കഴിഞ്ഞ കുറേ മാസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ബംഗ്ലാദേശായിരുന്നു. അവിടുത്തെ കലാപത്തെ പോരാട്ടമായും അവിടെ ഈ തെമ്മാടിത്തരം കാണിക്കുന്നവരെ പോരാളികളുമായുമൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നു. ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷേഖ് ഹസീനെ പുറത്താക്കിക്കൊണ്ട് യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ വന്നു. ആ ഇടക്കാല സർക്കാരിൻ്റെ അഴിഞ്ഞാട്ടമായിരുന്നു പിന്നെ നാം കണ്ടത്. പതുക്കെ മാധ്യമങ്ങൾ വാർത്തകൾ മുക്കിത്തുടങ്ങി. ഇന്ന് ബംഗ്ലാദേശിൻ്റെ വാർത്തകൾ ഒരു മാധ്യമങ്ങളിലും ഇല്ല. വളരെ ചുരുക്കം ചില മാധ്യമങ്ങൾ മാത്രം ഇന്നും ബംഗ്ലാദേശിനെ പിന്തുടരുന്നു. അങ്ങനെ പിന്തുടരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അടുത്ത മാസം, കൃത്യമായി പറഞ്ഞാൽ 2025 ഫെബ്രുവരി ബംഗ്ലാദേശിന് നിർണായകമായി മാറുകയാണ്. കഴിഞ്ഞ കുറേ കാലമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി ബംഗ്ലാദേശിൻ്റെ ഭാവി അത്ര ശോഭനമല്ല. കിട്ടാവുന്നിടത്തൊക്കെ സഹായം അഭ്യർത്ഥിച്ച് യുഎൻഎസ് പരക്കം പായുന്നു. GCC രാജ്യങ്ങളുടെ മുമ്പിൽ ആദ്യം ചെന്നിരുന്നു, പിന്നീട് ചൈനയുമായി ബന്ധപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ റെസ്പോൺസ് ഒന്നും അവിടെ നിന്നും കണ്ടില്ല. ഏതായാലും യുഎൻഎസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ യുഎൻഎസിൻ്റെ ശത്രു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ട്രംപ് അമേരിക്കൻ അധികാരമേൽക്കുക കൂടി ചെയ്തപ്പോൾ എല്ലാം പൂർത്തിയായി. ട്രംപ് അധികാരമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ യുഎൻഎസിൻ്റെ മകൾ മോണിക്ക യുഎൻഎസിനെതിരെ കുറ്റം ചാർത്തുകയായിരുന്നു ട്രംപ് ചെയ്തത്. അതായത് ക്ലിൻ്റൺ ഫൗണ്ടേഷൻ വഴി അവിടെ നടത്തിയ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ തീരുമാനമായി. 2 കേസുകളിൽ പ്രതിപ്പട്ടികയിലേക്ക് മോണിക്ക യുഎൻഎസ് എത്തി. അതോടുകൂടി യുഎൻഎസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് ഏവരും കരുതി. അതായത് പൂട്ടിക്കെട്ടാനായി ട്രംപ് തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിന് നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സഹായങ്ങളെല്ലാം തന്നെ നിർത്തുകയായിരുന്നു. പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സഹായവും അമേരിക്ക നിർത്തിയെങ്കിലും അവ പുനരാലോചിക്കും എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. ഏതായാലും അങ്ങനെ സാമ്പത്തികമായി നട്ടം തിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ റെയിൽവേ ജീവനക്കാരുടെ പണിമുടക്ക്. ചെറിയൊരു തീവണ്ടി സർവീസല്ല ബംഗ്ലാദേശിലെ റെയിൽവേ സർവീസ്. 18 കോടിക്കടുത്ത് വരുന്ന ഒരു ജനവും 6.5 കോടി ജനങ്ങൾ പ്രതിവർഷം യാത്ര ചെയ്യുന്ന ഒരു വലിയ സർവീസ്. അതായത് ജനങ്ങളുമായി ഏറെ ബന്ധം പുലർത്തുന്ന ഒരു ഗതാഗത സംവിധാനം, പ്രത്യേകിച്ച് ചിറ്റഗോങ്ങിലുള്ള തുറമുഖം. അതാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാന കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന തുറമുഖം. അവിടേക്ക് ചരക്കുകൾ എത്തിക്കുന്നതൊക്കെ ഈ തീവണ്ടി മാർഗമാണ്. അതാണിപ്പോൾ ഉരുളാതായിരിക്കുന്നത്. അതായത് അവിടുത്തെ റെയിൽവേ ജീവനക്കാരുടെ സമരം മൂലം തീവണ്ടികൾ ഇപ്പോൾ നിശ്ചലമായി. ഗതാഗതത്തിൻ്റെ വലിയ രൂക്ഷമായ പ്രതിസന്ധി. അതിനിടയിൽ പട്ടിണിയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യയോട് അരി അഭ്യർത്ഥിക്കാനും ബംഗ്ലാദേശിന് മടിയുണ്ടായില്ല. പക്ഷേ ഇന്ത്യ അത് നൽകുകയായിരുന്നു. ഇന്ത്യ എക്കാലവും അങ്ങനെ തന്നെയാണ്. താലിബാനോട് നാം എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോഴും അവിടുത്തെ പട്ടിണി കണ്ടു നിൽക്കാൻ നമുക്കായിട്ടില്ല. ഗോതമ്പും ഭക്ഷ്യവസ്തുക്കളും മരുന്നും മറ്റുമൊക്കെ നാം താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നു. അതിന് സമാനമായി തന്നെ ബംഗ്ലാദേശിന് നാം അരിയും നൽകി. ഇപ്പോൾ അവിടെ പുതിയൊരു ചരിത്രം എഴുതാൻ ഒരുക്കത്തിലാണ് അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ. ഒരുപക്ഷെ നമ്മൾ 3-4 മാസം മുമ്പ് കണ്ട ബംഗ്ലാദേശിലെ പ്രക്ഷോഭത്തിന് സമാനമായിട്ട് ഒരു പ്രക്ഷോഭം ബംഗ്ലാദേശിൽ ഉരുത്തിരിഞ്ഞു വരുന്നു. അതിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ അവാമി ലീഗ് രംഗത്തെത്തിയിരിക്കുന്നു. അവാമി ലീഗ് എന്ന് പറയുമ്പോൾ ഷേഖ് ഹസീനയുടെ പാർട്ടി. ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഷേഖ് ഹസീനയുടെ വിസയുടെ കാലാവധി ഇന്ത്യ നീട്ടിയിരിക്കുന്നു. എന്തിനാണ് നീട്ടിയതെന്ന ചോദ്യത്തിന് ഒരുപക്ഷെ ഫെബ്രുവരി മാസം ഉത്തരം നൽകുമായിരിക്കും. ട്രംപ് കുരുക്ക് മുറുക്കിയതിന് തൊട്ടു പിന്നാലെ അവാമി ലീഗ് ബംഗ്ലാദേശിൽ ഒരു സമരത്തിന് ആഹ്വാനം നൽകിയിരിക്കുകയാണ്. അതായത് 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രക്ഷോഭ പരിപാടികൾ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെയും തങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ എടുത്തിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുന്നതിനും വേണ്ടിയിട്ടാണ് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അവാമി ലീഗ് ഒറ്റയ്ക്കല്ല, മറ്റു രാഷ്ട്രീയ പാർട്ടികളും അവാമി ലീഗിന് പിന്തുണ നൽകുന്നുണ്ട്. ഫെബ്രുവരി 18-നാണ് അവാമി ലീഗ് ബംഗ്ലാദേശിൽ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനു മുൻപ് അനവധി കാര്യങ്ങൾ ഏതായാലും അവാമി ലീഗ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പൊതു റാലികൾ, പൊതുസമ്മേളനങ്ങൾ, ഒപ്പം തന്നെ ലഘുലേഖ വിതരണം അടക്കം. അതായത് ഫെബ്രുവരി 1 മുതലാണ് ഈ സമരപരിപാടികൾ ആരംഭിക്കുന്നത്. ഒപ്പം തന്നെ അവാമി ലീഗ് ഒരു മുന്നറിയിപ്പ് നൽകുന്നു. യുഎൻഎസിൻ്റെ ഭരണകൂടവും തങ്ങൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, ഇല്ലെങ്കിൽ തങ്ങളെ തടയാൻ ശ്രമിച്ചാൽ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം ബംഗ്ലാദേശിലെ സൈന്യത്തിൻ്റെ മൗനമാണ്. നാളിതുവരെ ബംഗ്ലാദേശ് സൈനിക മേധാവികളോ സൈന്യമോ കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതിർത്തി ശാന്തവുമാണ്. അതിനിടയിൽ അരക്കൻ ആർമി കയറി ബംഗ്ലാദേശിൻ്റെ അതിരുമാന്താൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അവിടെയും തിരിച്ചടിയില്ല, തടയാനുള്ള നീക്കവുമില്ല. ഇവിടെ പട്ടാളവും ട്രംപും ഇന്ത്യൻ ഭരണകൂടവും എല്ലാം ചേർന്ന് ഷേഖ് ഹസീനെ വീണ്ടും അവരോധിക്കാനുള്ള ഒരുക്കത്തിലാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പതുക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ വരും നാളുകളിൽ വീണ്ടും ബംഗ്ലാദേശ് വാർത്തകൾ ഇടം പിടിച്ചേക്കാം. ഏതായാലും നമ്മളെ സംബന്ധിച്ച് അത് ആവേശപൂർവ്വം ഇല്ലെങ്കിൽ ആശാവഹമായ ഒരു കാര്യമാണ്. നമ്മളുടെ ചുറ്റു കിടക്കുന്ന രാജ്യങ്ങളെല്ലാം ഭീകരവാദികൾ ആണ് എന്ന് പറയുന്നില്ല. പക്ഷേ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ വളർത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും പണിയെടുക്കുന്നവരാണ്. പക്ഷേ അതിനോടൊപ്പം നാം ഒരിക്കലും ബംഗ്ലാദേശിനെ ചേർത്ത് നിർത്തിയിരുന്നില്ല. പക്ഷേ യുഎൻഎസ്
യൂനസ് അധികാരത്തിൽ വന്നതോടുകൂടി മതമൗലികവാദികൾ അഴിഞ്ഞാടി ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണമുണ്ടായി. ഏതായാലും ഫെബ്രുവരി മാസത്തോടുകൂടി അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം രൂപം കൊള്ളുമ്പോൾ യൂനസ് നാടുവിടുമോ എന്നാണ് കാത്തിരിക്കേണ്ടത്. കാരണം തലയെടുപ്പുള്ള നേതാക്കളൊക്കെ ബംഗ്ലാദേശിൽ നിന്ന് രാമായണം നാടുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന യൂനസ് മാത്രമാണ്. യൂനസിൻ്റെ നില വളരെ പരിതാപകരമാണ്. ട്രംപിനെ ഒരു ഭ്രാന്തനെന്ന് വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് യൂനസ്. ഒരുപക്ഷെ യൂനസ് അന്ന് കരുതി കാണില്ല താൻ ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയാകുമെന്നും ട്രംപ് അമേരിക്കയുടെ ഭരണാധികാരിയാകുമെന്നും. കാലമെല്ലാം മാറ്റിവരച്ചു. ഏതായാലും ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി. അറിഞ്ഞോ അറിയാതെയോ യൂനസ് താൽക്കാലിക ഭരണകൂടത്തിൻ്റെ പാവയുമായി. യൂനസ് ഇനി എങ്ങോട്ടെന്നുള്ള ചോദ്യമല്ല ഉയരുന്നത്, പകരം ബംഗ്ലാദേശിൽ ഇനി ആരെ എന്നുള്ളതാണ്. അവസാന പോരാട്ടത്തിനായി ബംഗ്ലാദേശ് ഒരുങ്ങുകയാണ്. ഒരു ഭാഗത്ത് അവരെ സഹായിക്കാൻ പാകിസ്ഥാൻ മാത്രമാണുള്ളത്. പാകിസ്ഥാൻ്റെ സഹായം ഏത് രൂപത്തിലായിരിക്കുമെന്നുള്ളത് പ്രേക്ഷകർക്കും ചിന്തിക്കാവുന്നതാണ്. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിന് ഇന്നത്തെ പോയിന്റ്. നന്ദി, നമസ്കാരം.